ഒരു ക്യാപ്റ്റൻ എന്ന ആ ഒരു സ്റ്റിയറിംഗ് ദ ഷിപ്പ് ടു സേഫർ ഷോഴ്സ്, അതാണല്ലോ ക്യാപ്റ്റൻ്റെ ഒരു റോൾ. പക്ഷെ ഇവിടെ നടുക്കടലിൽപ്പെട്ട കപ്പലിൻ്റെ, കാറ്റും കോളുമുള്ള കപ്പല് തീരമണയാൻ ഒരു രീതിയിലും കഴിയാത്ത രീതിയിൽ നടുക്കടലിൽ പെട്ടിരിക്കുകയാണ്. ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ മറവിൽ പിണറായി വിജയൻ എന്ന ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ബെല്ലും ബ്രേക്കും ഇല്ലാതെ, പ്രതിപക്ഷത്തെ ലേശം പോലും വകവയ്ക്കാതെ, സ്നേഹപൂർവ്വം തിരുത്താൻ ശ്രമിക്കുന്ന, ആഭ്യന്തരമായി തന്നെ തിരുത്താൻ ശ്രമിക്കുന്ന സുമനസ്സുകളുടെ ഉപദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു കോക്കസ് കോട്ടറി ആണ് മുന്നോട്ട് പോകുന്നത് എന്ന പ്രതീതിയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ വലിയ പതനത്തിന് കാരണമായത്. CPM-ന്റെ ഇന്നത്തെ പോക്ക് ക്രോണി ക്യാപിറ്റലിസം, ചങ്ങാത്ത മുതലാളിത്തം, കേവലം ഒരു വലതുപക്ഷ വ്യതിയാനമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. കുത്തക മുതലാളിത്തവുമായുള്ള സന്ധി ചെയ്തുകൊണ്ടുള്ള പോക്ക്. ക്യാപ്റ്റൻ ഒരു സാധ്യതയാണോ അതോ ബാധ്യതയാണോ എന്നതിനെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ചില മുറുമുറുപ്പുകളുണ്ട്. കൂലിത്തൊഴിലാളികളും എല്ലാം തന്നെ പാർട്ടിക്ക് വേണ്ടി പല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലും തയ്യാറാവുമോ? നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തോൽവി അംഗീകരിക്കാൻ CPM ഇനിയും തയ്യാറായിട്ടില്ല. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും തോൽവി അംഗീകരിക്കാതെ ന്യായീകരണങ്ങൾ നടത്തുകയാണ് നേതൃത്വം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അതിരോക്ഷം തെരഞ്ഞെടുപ്പിൽ പ്രകടമായെങ്കിലും CPM അതൊന്നും മുഖവിലക്കെടുക്കാത്തത് എന്തുകൊണ്ടാണ്? സ്വന്തം തെറ്റുകൾ കണ്ടെത്തി വിലയിരുത്തി തിരുത്തലിലേക്ക് പോകാൻ കൂട്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? പരിശോധിക്കാം. എനിക്കൊപ്പം ഈ സമയം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ് ചേരുകയാണ്. നമസ്കാരം. ശ്രീ മോഹൻ വർഗീസ്, മൂന്നാം തവണയും പിണറായി സർക്കാർ എന്ന പ്രചരണം ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ പൊളിഞ്ഞുപോയി. അവരുടെ വലിയൊരു സ്വപ്നമാണ് തകർന്നത്. അതൊക്കെ മനസ്സിലായിട്ടും മനസ്സിലാക്കാത്തതുപോലെ പെരുമാറുന്നതാണോ അതോ ധാർഷ്ട്യം തലയ്ക്ക് പിടിച്ച് ഒന്നും തലയിൽ കയറാത്തതാണോ? ഒന്നും മനസ്സിലാകാത്തതല്ല വിഷയം. എല്ലാം മനസ്സിലാകുന്നു എന്നതാണ് യഥാർത്ഥ ചിത്രം. എല്ലാം മനസ്സിലാകുന്നു, പക്ഷേ അണികളുടെ ആത്മവിശ്വാസം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തോറ്റിട്ടില്ല, നമ്മൾ തോൽക്കില്ല, ആ ഒരു ആത്മവിശ്വാസമാണ്. അതിനുള്ള ന്യായീകരണം നമുക്കറിയാമല്ലോ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അനന്തമായ സാധ്യതയുള്ളൊരു കാര്യമാണ്. നമ്പേഴ്സ് നിരത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനകളും പിന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ ചില വാർത്താസമ്മേളനത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ ചിരിച്ചു മണ്ണ് കപ്പുന്ന പരാമർശങ്ങളാണ്. അതായത് മലപ്പുറം ജില്ലയിൽ തങ്ങളുടെ പ്രകടനം ഗംഭീരമായിരുന്നു. 10 ലക്ഷം വോട്ടാണ് മലപ്പുറം ജില്ലയിൽ തങ്ങൾക്ക് കിട്ടിയത്. നോക്കൂ, 33 ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത് മലപ്പുറത്ത്. അതിൽ ഒറ്റ ഡിവിഷനിൽ പോലും വിജയമില്ല എന്നോർക്കണം. അവിടെയാണ് അതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് 41 മണ്ഡലങ്ങളിൽ UDF-ന്റെ വോട്ട് 1000-ൽ താഴെയാണ്. അവിടെ എല്ലാം തന്നെ UDF വോട്ടുകൾ BJPക്ക് മറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതൊക്കെ നോക്കിയാൽ എങ്ങനെയാണ് ഈ റിസൾട്ട് വെച്ചിട്ടല്ലേ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്? ഈ ഗോവിന്ദ മാഷ് പറയുമ്പോഴേ അവർ തന്നെയാണോ വിജയിച്ചത്, UDF-ന് തോൽവിയാണോ സംഭവിച്ചതെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് സംസാരിച്ചത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടപ്പോൾ. പിന്നെ ഒക്കെ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തു ഗോവിന്ദ മാഷ് പറയുന്നത് കേട്ടപ്പോൾ, ഈ ശതമാന കണക്കൊക്കെ. പലരും ശരീരത്തെ നുള്ളി നോക്കിയെന്നാണ് പറയുന്നത്, ഉണർന്നിരുന്നാണോ ഇത് കാണുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ഒരു ന്യായീകരണം എന്നത് ഒരു ലെവലിൽ കൂടുതൽ മാറുകയാണ്. തങ്ങളുടെ പരാജയ കാരണം യഥാർത്ഥത്തിൽ കൃത്യമായി അറിയാം. ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിരുന്നു. ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടിയായിരുന്നു. മറ്റിടങ്ങളിൽ പ്രധാനമായി UDF ആയിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ, അതിന് ജനം വോട്ട് ചെയ്തതായി പ്രാഥമിക വിലയിരുത്തലിൽ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന എല്ലാവരും തന്നെ കണ്ടതാണ്. പക്ഷെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമേ ഉണ്ടായില്ല എന്ന ഒരു രീതിയിലാണ് CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസാരിച്ചത്. പക്ഷേ അങ്ങനെ ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ, MV ഗോവിന്ദൻ പറയുമ്പോൾ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ ഏത് തരത്തിലുള്ള ജനവികാരമാണ് നമ്മളിപ്പോൾ കണ്ടത്? സർക്കാരിനെതിരെ ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു വികാരമില്ലെങ്കിൽ പിന്നെ പാർട്ടിക്കെതിരെയാണോ? അങ്ങനെയാണെങ്കിൽ അത് രാഷ്ട്രീയ വിരുദ്ധതയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം സ്ഥാനം ഒഴിയേണ്ടത്, രാജിവെച്ച് മാറി നിൽക്കേണ്ടത് ഗോവിന്ദൻ മാഷാണ്. അതെ, അതൊരു വലിയ നിർണായകമായ ഒരു ആംഗിളാണത്. സർക്കാരിനെതിരെ ഇപ്പം ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയിലൊക്കെ സർക്കാരും പാർട്ടിയും
ഏതാണ്ട് പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് സംവിധാനമല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ജനാധിപത്യ പാർട്ടിയാണ്, ഈ ഇന്ത്യൻ കണ്ടീഷനോട് ഇണങ്ങുന്ന ഒരു പാർട്ടി സമ്പ്രദായമാണ്. അവിടെ ഒരു പാർട്ടി ഗവൺമെൻറ് അല്ല, അവിടെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ എവിടെയെങ്കിലും പാളിയിട്ടുണ്ട് എങ്കിൽ അതിനുള്ള പോപ്പുലർ തിരിച്ചടി എന്ന രീതിയിലാണ് ഭരണപരാജയം എന്ന് പറയുന്നത്. അതില്ല എന്ന് ആണയിട്ട് പറയുമ്പോൾ ഇപ്പോൾ മായ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ പാർട്ടി പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗോവിന്ദൻ മാഷ് ഒരുപക്ഷെ അതിന് മറുപടി പറയേണ്ടതാണ്. അപ്പോൾ ഇവിടെ പാർട്ടിയും പരാജയപ്പെട്ടതായി പറയുന്നില്ല, ഗവൺമെൻറ്റും പരാജയപ്പെട്ടതായി പറയുന്നില്ല. പിന്നെ എന്താണ്? പിന്നെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ആ രണ്ട് കാര്യങ്ങൾ ഒന്നുകിൽ നിലപാടുകളുടെ പരാജയമാണ്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ നയങ്ങളല്ല, നിലപാടുകളാണ്. ഇപ്പം ശബരിമല സ്വർണ്ണക്കള്ള വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട പാർട്ടി അംഗങ്ങളോട് പുലർത്തുന്ന നിലപാടാണ്. നിങ്ങൾ അഗ്നിശുദ്ധി വരുത്തി വരാനുള്ള അവസരമുണ്ട്, അത് നിലപാടാണ്. അതായത് നീതിപീഠം, പരമോന്നത നീതിപീഠം നിങ്ങളെ ശിക്ഷിച്ചാൽ ഞങ്ങൾ നിങ്ങളെ പുറത്താക്കും. അതുവരെ രണ്ടു പേർക്കും, ശ്രീ വാസുവിനും പത്മകുമാറിനും ഞങ്ങൾ സംരക്ഷണം നൽകുക നിലപാടാണ്. ആ നിലപാട്, അതേ നിലപാടാണോ CPM കോൺഗ്രസിനോട് പുലർത്തുന്നത്? കോൺഗ്രസിൻ്റെ ഒരു അംഗം, ഒരു MLA സ്ത്രീ വിഷയത്തിൽ പിടിയിലാകുമ്പോൾ അല്ലെങ്കിൽ ആരോപണ വിധേയനാകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല, കോൺഗ്രസിൽ നിന്ന് എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? ഇതെല്ലാം കേട്ട് കോൺഗ്രസ്സുകാർ പുറത്താക്കി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ്, പുറത്താക്കി. അപ്പോൾ ഇവിടെ ഇരട്ട നീതിയാണോ? ജനങ്ങൾ, നിഷ്പക്ഷമായി കാണുന്ന ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു ഇരട്ട നീതി സംവിധാനമുണ്ട്. തങ്ങളിൽ ഒരുവന് തെറ്റുപറ്റിയാൽ അത് തെറ്റായി അംഗീകരിക്കില്ല, പക്ഷേ എതിരാളിക്ക് തെറ്റുപറ്റിയാൽ അത് പുറപ്പുറത്ത് കയറി വിളിച്ചു കൂവുകയും ചെയ്യും. ഇത് ഇരട്ട നീതിയാണ്. അപ്പോൾ ആ ഒരു നയമാണ്, നിലപാടാണ്. ആ നിലപാട് ഒരു വലിയ വിഷയമാണ്. അത് മാത്രമല്ല തന്ത്രങ്ങൾ, അവിടെയാണ് ആകെ പിഴച്ചത്. CPMന് പിഴച്ചത് തന്ത്രങ്ങളാണ്. അപ്പോൾ തന്ത്രങ്ങളുടെ മാറ്റുരയ്ക്കൽ കൂടിയാണല്ലോ തിരഞ്ഞെടുപ്പ്. ഒരു തന്ത്രമാണ് ന്യൂനപക്ഷ കൺസോളിഡേഷൻ. മുൻകാലങ്ങളിൽ തന്ത്രം എന്ന നിലയിൽ പയറ്റി CPM, അതിൻ്റെ പേരാണ് അടവ് നയം. മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ചില വിഭാഗങ്ങളിലേക്ക് ഒരു കടന്നുകയറ്റം. അതുകൊണ്ട് SDPI അന്ന് വിശുദ്ധരായ മുസ്ലിങ്ങളുടെ ഒരു സംവിധാനമായിരുന്നു. മുൻകാലങ്ങളിൽ നല്ല സംശുദ്ധമായ പ്രതിച്ഛായയുള്ള ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ മുൻപ് കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഔട്ട്ഫിറ്റ് PDP ചെയർമാൻ മദനി, അബ്ദുൾ നാസർ മദനിക്ക് സ്വീകരണം ഒരുക്കി മദനിയെ കാത്ത് ശംഖുമുഖം കടപ്പുറത്തിരുന്ന പിണറായി വിജയൻ്റെ ചിത്രം ഇവിടെ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ അതൊക്കെ നല്ല സംശുദ്ധമായ വോട്ടുകളാണ്. പക്ഷേ ഇവരിൽ ആരെങ്കിലും UDFുമായി കൈകോർത്താൽ ഇതെല്ലാം രാജ്യവിരുദ്ധരാണ്, വർഗീയവാദികളാണ്. ഇതും ഇരട്ടത്താപ്പാണ്. അതൊരു നിലപാടല്ലേ? അപ്പോൾ ഇവിടെ ആ തന്ത്രം പിഴച്ചിരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ അത് മനസ്സിലാക്കി. അതുകൊണ്ട് ന്യൂനപക്ഷ കൺസോളിഡേഷൻ, അതായത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും അവരുടെ പൊളിറ്റിക്കൽ യൂണിറ്റായ വെൽഫെയർ പാർട്ടിക്കെതിരെയും ഒക്കെ ഇളക്കിയ ചന്ദ്രഹാസം, അത് മുസ്ലിം ജനസാമാന്യത്തിന് നേരെ തിരിച്ചുവിട്ട ഒരു ഗതിയായി അവസാനം. അങ്ങനെ മുസ്ലിങ്ങൾ ഒരു ചെറിയ പങ്കെങ്കിലും CPMനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മുസ്ലിം ജനസാമാന്യം ഉണ്ടായിരുന്നു ചരിത്രപരമായി ഈ അടുത്ത കാലം വരെ. പക്ഷെ അത് പൂർണ്ണമായി അടുത്ത കാലം വരെയാണ്. ഇപ്പോൾ അതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ അല്ല എന്ന് ജനത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. മലപ്പുറത്തെ 10 ലക്ഷം വോട്ടിനെ കുറിച്ച് എടുത്തു പറയുന്നത് കേട്ടപ്പോൾ MV ഗോവിന്ദൻ, ഞങ്ങളുടെ കൂടെ ഇപ്പോഴും ഇടതുപക്ഷമുണ്ട്, 10 ലക്ഷം ആളുകളെങ്കിലും, അതും മലപ്പുറം എന്ന് തന്നെ എടുത്തു പറയുകയാണ്. മറ്റു ജില്ലകളുടെ കാര്യം ഒന്നുമല്ല പറഞ്ഞത്, മലപ്പുറത്തെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴും ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഇതിലെ ഒരു ഐവാഷാണ് മായ. ഇത് യഥാർത്ഥത്തിൽ ഈ കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല, വയനാട് ജില്ല, കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയും ചില ഭാഗങ്ങൾ ഒരു പാക്കേജായി എടുത്തുകൊണ്ട് ഒരു ട്രെൻഡ് നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ, ഇലക്ഷൻ്റെ ഒരു ട്രെൻഡ് ഈ കമ്മ്യൂണൽ ബേസിസിൽ അല്ലെങ്കിൽ മതപരമായ ചിന്ത ഒരു ബേസാക്കി നമ്മൾ നോക്കുകയാണ്, ഒബ്ജക്റ്റീവായി പരിശോധിക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ ആകമാനം CPMനൊരു സെറ്റ് ബാക്ക് ഉണ്ടായതായി കാണാം. അവിടെ CPMന് സെറ്റ് ബാക്ക് ഉണ്ടായപ്പോൾ സ്വാഭാവികമായി
ഘടകകക്ഷികൾക്ക് CPI ഉൾപ്പെടെയുള്ള കക്ഷികൾക്കും സെറ്റ് ബാക്ക് ഉണ്ടായി. അപ്പോൾ അത് തൃശ്ശൂർ ജില്ലയ്ക്ക് വടക്കോട്ടാണ് അത് വ്യാപകമായി കാര്യമായി കാണാൻ സാധിച്ചത്. പാലക്കാട് പോലും ഈ ഉദ്ദേശിച്ച വിജയം LDF നേടാൻ കഴിഞ്ഞില്ല. അപ്പം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലാണ് രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത്. കോഴിക്കോട് നോക്കൂ, ചുവപ്പിൻ്റെ അതിശക്തമായ കേന്ദ്രമാണ്. മുൻകാല സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ എല്ലാം വലിയ കേന്ദ്രമായിരുന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഇതം പ്രഥമമായി LDF നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ UDF ആണ്. അതുമാത്രമല്ല കോഴിക്കോട് നഗരസഭ കോർപ്പറേഷൻ LDF പിടിച്ചെടുത്തു എന്ന് പറയുമ്പോഴും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം LDF എന്നുകൂടി ഓർക്കണം. UDFും BJP അത്ഭുതകരമായ നേട്ടം കോഴിക്കോട് കൈവരിച്ചിരിക്കുന്നു. 6-7 സീറ്റിൽ നിന്നും 14 ഡിവിഷനുകളിലേക്കാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ BJP വളർന്നത്. അപ്പോൾ ഇതെല്ലാം കാട്ടുന്നത് LDF is getting rejected in the urban metropolitan centers across the frontier. അത് എറണാകുളത്താണെങ്കിലും കൊല്ലത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും കണ്ണൂരാണെങ്കിലും കോർപ്പറേഷനുകളിലെല്ലാം തന്നെ CPM തിരിച്ചടി ഉണ്ടായി. അവിടെയൊക്കെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ BJP കഴിഞ്ഞു. വിജയിച്ചു വരാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരത്ത് മാത്രമാണ് വിജയം സാധ്യമായത്. അതായത് ഒരു 50 സീറ്റുകൾ 101 സീറ്റുകളിൽ 50 സീറ്റുകളുമായി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. അവിടെ ഒരു മുന്നണി എന്ന് പറയുന്നത് ശരിയല്ല. BJPയുടെ ലെജിസ്ലേറ്റേഴ്സാണ് ഇവരെല്ലാം തന്നെ. അതുകൊണ്ട് ഘടകകക്ഷികൾ കാര്യമായി ഇല്ല എന്നുകൂടി ഓർക്കണം. അപ്പോൾ ഒറ്റയ്ക്ക് BJP നേടിയ ഒരു തിളങ്ങുന്ന ഒരു നേട്ടം തന്നെയാണ്. അതിനെ തുച്ഛീകരിച്ച് കാണാനാവില്ല. അവിടെ CPMൻ്റെ കയ്യിൽ നിന്നാണ് മേയർ സ്ഥാനം, ഒരു BJP മേയർ ഉണ്ടാവുകയാണ്. ചരിത്രത്തിലാദ്യമായി 45 വർഷക്കാലമായി ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. 45 വർഷം, നൂറ്റാണ്ടോളം കോർപ്പറേഷൻ രൂപീകരിച്ചതിന് ശേഷം ഇത്രയും കാലം കക്ഷി അല്ലെങ്കിൽ ഒരു മുന്നണി മാത്രം ഭരിച്ചിരുന്ന കോർപ്പറേഷനിൽ ഒരു പാരഡൈം ഷിഫ്റ്റ്, ഇത് ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുമാതിരിയുള്ള ചേഞ്ചാണ്. ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സംസ്ഥാന വ്യാപകമായ ഒരു ട്രെൻഡുണ്ട്. അത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ, റൂറൽ ഡിവിഷനുകളിൽ അത് പ്രകടമായില്ല. കാരണം അവിടെ CPMനെ പരാജയപ്പെടുത്താൻ ബെറ്റർ ഓപ്ഷൻ UDFന് വോട്ട് ചെയ്യുന്നതാണ് എന്ന് ജനം കണ്ടതുകൊണ്ടാണ്. BJPയുടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ BJPയുടെ വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്. 14.5% നിന്നും 16.5% കൂടി. അതങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ പലരും പറയുന്നത് CPMൻ്റെ വലിയ ന്യായീകരണമാണ്. BJPയുടെ വോട്ട് 20% ഉണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന 20%, 4% കുറഞ്ഞ് 16% മാറി എന്നത് അത് കമ്പയർ ചെയ്യാവുന്നൊരു കാര്യമല്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈസ് എ ഡിഫറൻറ്റ് ബോൾ ഗെയിം ഓൾ ടുഗെദർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി വേണം തട്ടിച്ചു നോക്കാൻ. അവിടെ BJP ചെറിയ രീതിയിൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. LDFൻ്റെ വോട്ട് ഷെയറിലാണ് ഭീമമായ ഇടിവുണ്ടായത്. കേവലം 36% വോട്ടാണ്, 36.7%. അതിനേക്കാൾ 4%, 40.7% വോട്ടാണ് UDFന് ലഭിച്ചത്. അപ്പോൾ കൃത്യമായ മേൽക്കൈ പാൻ കേരള അടിസ്ഥാനത്തിൽ UDFന് ലഭിച്ചിട്ടും തങ്ങൾക്ക് പറ്റിയത് പരാജയമല്ല എന്ന് പറഞ്ഞാൽ തൊലിക്കെട്ടി അപാരമാണ്. തീർച്ചയായും ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പതിവിൽ നിന്ന് വിപരീതമായി ക്യാപ്റ്റനാണ് നയിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം എല്ലാ കാര്യങ്ങളിലും ഈ പ്രചരണ സമയത്ത് മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലതവണ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. മീറ്റ് ദ പ്രസായും മറ്റുമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു, പല കാര്യങ്ങളിലും സംസാരിക്കുന്നു. അതൊക്കെ ഉണ്ടായി. ക്യാപ്റ്റൻ നയിച്ചപ്പോഴാണോ ഇത്ര വലിയ തോൽവി വന്നത്? ക്യാപ്റ്റൻ്റെ കുഴപ്പം കൊണ്ടാണോ? കപ്പിത്താൻ നിർണായക ഘടകമാണ്. ഒരു ക്യാപ്റ്റൻ എന്ന ആ ഒരു സ്റ്റിയറിംഗ് ദ ഷിപ്പ് ടു സേഫർ ഷോഴ്സ്, അതാണല്ലോ ക്യാപ്റ്റൻ്റെ ഒരു റോൾ. പക്ഷേ ഇവിടെ നടുക്കടലിൽപ്പെട്ട കപ്പലിൻ്റെ, കാറ്റും കോളുമുള്ള കപ്പൽ തീരമണയാൻ ഒരു രീതിയിലും കഴിയാത്ത രീതിയിൽ നടുക്കടലിൽ പെട്ടിരിക്കുകയാണ് കപ്പിത്താന് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ പാടാൻ ഏറെ ആളുകൾ ഉണ്ടാകും. കാരണഭൂതൻ പാട്ടുകളും മറ്റ് പാട്ടുകളും ഒക്കെ തന്നെ ഉണ്ടാകും. പക്ഷേ അവിടെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ദ സിംഗിൾ ലാർജസ്റ്റ് ലയബിലിറ്റി ഫോർ LDF ഹാപ്പൻസ് ടു ബി വൺ ക്യാപ്റ്റൻ. അത് സാധിക്കുമോ? അവിടെയാണ് ശ്രീ പിണറായി വിജയൻ ഒരു പക്ഷേ ആത്മപരിശോധന നടത്തേണ്ടത്. ഇപ്പം ഇവിടെ CPM വിരോധം എന്നതാണോ അതോ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ നിലപാടുകൾ, ധാർഷ്ട്യം എല്ലാം തന്നെ അത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയാണ്, വിവിധ രാഷ്ട്രീയ കക്ഷികളിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് പാർട്ടിയോട് മൊത്തത്തിലുള്ളൊരു നിലപാട് മാത്രമാണോ അതോ മുഖ്യമന്ത്രി എന്ന വ്യക്തിയുടെ തീരുമാനങ്ങളോടും നിലപാടുകളോടും ശൈലിയോടുമുള്ള എതിർപ്പാണോ LDFന് മൊത്തത്തിൽ ദോഷകരമായി ബാധിച്ചത്? അതുകൊണ്ടാണ്
ക്യാപ്റ്റൻ ഒരു സാധ്യതയാണോ അതോ ബാധ്യതയാണോ എന്നതിനെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ചില മുറുമുറുപ്പുകളുണ്ട്. അത് പരസ്യമായി ഇപ്പോൾ പേടിയാണ്. പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ എത്രത്തോളം നടക്കുമെന്നത് സംശയമാണ്. കാരണം എപ്പോഴും തന്നെ വാഴ്ത്തുപാട്ടുകൾ മാത്രം ശീലിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ എത്രത്തോളം തുറന്ന ചർച്ചകൾ ഉണ്ടാകും. ആ തുറന്ന ചർച്ചകളുടെ ഒരു തുടക്കമാകാം ഒരുപക്ഷേ ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹം ബുദ്ധിജീവിയാണ്, മുൻ ധനകാര്യമന്ത്രിയാണ്. കാര്യങ്ങൾ താത്വികമായും അവലോകനപരമായും അക്കാദമികമായും കാണാൻ കഴിയുന്ന ഭീഷണാശാലിയായ ആളാണ്. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു ലെഫ്റ്റ് വിങ് ഹിന്ദുത്വ, അങ്ങനെ ഒരു ഹിന്ദുത്വം ഉണ്ടോ? ഹിന്ദു ലെഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹിന്ദുത്വ എന്ന രീതിയിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു കൺസോളിഡേഷന് വേണ്ടി, അതായത് നായർ ഈഴവ കൺസോളിഡേഷൻ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താം, ശബരിമല അയ്യപ്പ സംഗമത്തിൽ ഉൾപ്പെടെ അതിനുള്ള ശ്രമം നടത്തി എന്ന ഒരു ധ്വനി ഉണ്ട്. അതൊരു പക്ഷേ ആഴത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ചർച്ചയാകാം. പക്ഷേ പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ ഒരിക്കലും പൊതുസമൂഹത്തിൽ വരില്ല. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ പൊതുവെ വെളിയിൽ വരുമ്പോൾ ഇവിടെ എല്ലാം ഭദ്രം, നമ്മൾ തോറ്റു എന്നത് മാധ്യമങ്ങളുടെ പ്രചരണമാണ്. യഥാർത്ഥത്തിൽ തങ്ങൾ ജയിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ തങ്ങൾക്കാണ് കൂടുതൽ വോട്ട്, തങ്ങൾ തന്നെയാണ് ജയിച്ചത്. പിന്നെ ചില കുബുദ്ധികളുടെ പ്രചരണമാണ് ഇല്ല തങ്ങൾ തോറ്റു എന്നത്, കുത്തക മാധ്യമങ്ങളുടെയൊക്കെ പ്രചരണമാണ് എന്ന രീതിയിലാണ് ഇവിടെ സംസാരമുണ്ടാകുന്നത്. ഈ ജനം പാർട്ടിക്കൊപ്പമാണെന്ന് പറയുന്ന നേതൃത്വത്തിനും അറിയാം എവിടെയൊക്കെയോ പിഴച്ചിട്ടുണ്ട്, ജനം മാറി നിൽക്കുന്നുണ്ട് എന്നവർക്കും അറിയാം. ഒട്ടേറെ ഘടകങ്ങളുണ്ട് ഈ പരാജയത്തിന് കാരണം. അതെന്താണ് എന്നൊക്കെ ഈ നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ മനസ്സിലാവാത്ത പോലെ പ്രകടനങ്ങൾ നടത്തുകയാണ്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് പോവുകയാണ്. 2-3 മാസം കഴിഞ്ഞാൽ അതിലേക്കൊക്കെ പോകേണ്ട ഒരു സമയമായി കഴിഞ്ഞു. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തന്ത്രങ്ങൾ മെനയില്ലേ? അത് പ്രതീക്ഷിക്കേണ്ടതല്ലേ നമ്മൾ? എക്കാലത്തും തന്ത്രങ്ങളാണ്. CPM-ന് പലപ്പോഴും കേരളത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ആഴത്തിൽ വേരോട്ടം ഉണ്ടാകാറില്ല. ചില വിഭാഗങ്ങളാണ് കേന്ദ്രീകരിക്കുന്നത്, അത് വോട്ട് ബാങ്കുകൾ കൂടിയാണ്. പക്ഷേ തന്ത്രങ്ങൾ, അടവ് നയം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച അടവ് നയമുണ്ടല്ലോ, പല കമ്മ്യൂണിറ്റികളെയും പല വിഭാഗങ്ങളിലേക്കും കടന്നു കയറാൻ ചിലരെയൊക്കെ സ്വതന്ത്ര വേഷം കെട്ടി ഇറക്കും. ചിലരെയൊക്കെ മറ്റ് ചില ആളുകളുമായി ചില അണ്ടർസ്റ്റാൻഡിങ്, അടവ് നയത്തിൻ്റെ പേരിൽ ചില അണ്ടർസ്റ്റാൻഡിങ്, രഹസ്യ ധാരണകൾ, ഇങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങളാണ് പയറ്റുന്നത്. പക്ഷേ എത്ര തന്ത്രം പയറ്റിയാലും ഒരു മാസീവ് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അവിടെയുണ്ട്. അത് കാണാതെ പോകരുത്. അത് മാത്രമല്ല, കേരളത്തിലൊരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ലെഫ്റ്റ് സ്പേസ് ഉണ്ട്. ബംഗാളിലേത് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു, പക്ഷേ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നത് വസ്തുതാപരമായി നോക്കുമ്പോൾ അറിയാം. പക്ഷേ ആ ലെഫ്റ്റ് സ്പേസ് എല്ലാം തന്നെ CPI മാർക്സിസ്റ്റാണ് എന്ന് കരുതുന്നിടത്താണ് മൗഢ്യം. ആ ലെഫ്റ്റ് സ്പേസിന് ഒരുപാട് ക്ലെയിമൻസ് ഉണ്ട്. ഒരുപക്ഷെ CPI ML ഉണ്ടാകും, CPI ഉണ്ടാകും, RSPകൾ ഉണ്ടാകും, അങ്ങനെ പല പാർട്ടികളുണ്ട്. അത് മാത്രമല്ല, ഈ CPM-ൻ്റെ ഇന്നത്തെ പോക്ക് ക്രോണി ക്യാപിറ്റലിസം, ചങ്ങാത്ത മുതലാളിത്തം, കേവലം ഒരു വലതുപക്ഷ വ്യതിയാനമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. കുത്തക മുതലാളിത്തവുമായുള്ള സന്ധി ചെയ്തുകൊണ്ടുള്ള പോക്ക്. അതുമാത്രമല്ല, എന്തിനും ഏതിനും പണം, ഇടനിലക്കാർ, ഇതെല്ലാം കാര്യമായി വരുന്നു. അതുമാത്രമല്ല, വ്യക്തിപൂജ വല്ലാതെ തഴച്ചു വളരുന്നു. സ്വന്തം പോലും അതിന് എതിരാണ്. CPI അങ്ങോട്ട് കറക്റ്റീവ്. അതുകൊണ്ടാണല്ലോ ഈ PM3 പദ്ധതി ഉൾപ്പെടെ ഉള്ള വിഷയത്തിൽ CPI മറ്റൊരു നിലപാടെടുക്കുകയും ഒരു തിരുത്തൽ ശക്തിയായി മാറുകയും ചെയ്തതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ കേന്ദ്രവുമായി ചങ്ങാത്തമുണ്ട് എന്നത് മാത്രമായിരുന്നില്ല വിഷയം. CPM-ന് കടിഞ്ഞാണില്ലാത്ത ഒരു പോക്ക്. അപ്പം ഇടതുപക്ഷ നയങ്ങളിൽ നിന്നുള്ള വ്യതിയാനം, അവിടെ യഥാർത്ഥ ഇടതുപക്ഷം തങ്ങളാണ്, തങ്ങൾ ധാർമ്മികമായി വഴികാട്ടാം, പ്രത്യയശാസ്ത്രപരമായി വഴികാട്ടാം, CPM തിരുത്താൻ തയ്യാറാവണം. ഈ ഒരു നറേറ്റീവാണ് CPIയുടെ ജനറൽ സെക്രട്ടറിയും CPIയുടെ കൗൺസിലും എല്ലാം ചേർന്ന് എടുത്തത്. PM3 അതിനൊരു നിമിത്തമായി എന്ന് മാത്രം. ഇങ്ങനെ ശക്തമായ വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് അത് കോൺഗ്രസ് പാർട്ടി CPM എന്നുള്ള വ്യത്യാസം എന്താ? അങ്ങനെയെങ്കിൽ ഒരു കേഡർ സംവിധാനമുണ്ട്, കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ട കേഡർ സംവിധാനമുണ്ട് CPM-നെന്ന് മനസ്സിലാക്കാം. അതുപോലെ വർഗ ബഹുജന സംഘടനകളിലൂടെയാണ് CPM-ൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ അതെല്ലാം തന്നെ ഒരുതരം പേട്രണേജ് പോളിറ്റിക്സാണ്. ക്വിഡ് പ്രോ കോ എന്ന് പറയും. അതായത് CPM-നോടൊപ്പം ചേർന്ന് നിന്നാൽ തങ്ങൾക്ക് ചില പ്രയോജനമുണ്ട്, ചില ഫ്രഞ്ച് ബെനിഫിറ്റുകളുണ്ട്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ജോലി കിട്ടാൻ പലപ്പോഴും മന്ത്രിയിൽ നിന്ന് ഒരു കത്ത് മതിയാകും. അതുമാത്രമല്ല, കോർപ്പറേറ്റ് CPM നയിക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങളിൽ ജോലി ലഭിക്കാൻ CPM-മായി ചേർന്ന് നിന്നാൽ പ്രയോജനമുണ്ട്. അതുകൊണ്ട് വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്നവന് ഒന്നും ലഭിക്കില്ല എന്നതല്ല,
ചിലതൊക്കെ ലഭിക്കാറുണ്ട്. മാത്രമല്ല ഈവൻ ചില സ്വകാര്യ സ്ഥാപനങ്ങളിലാണെങ്കിൽ പോലും ജോലിക്കാരെ, താഴേക്കിടയിലെ നോൺ ടെക്നിക്കൽ, നോൺ പ്രൊഫഷണൽ ജോലിക്കാരെ എടുക്കുമ്പോൾ CPM-ൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ചില ജോലികൾ ലഭിക്കും. ഇതെല്ലാം പ്രയോജനമാണ് ജോലിയുടെ കാര്യത്തിൽ. അതുമാത്രമല്ല പല കാര്യങ്ങളിലും കോൺട്രാക്റ്റ്, അവരുമായിട്ടുള്ള ബന്ധം, അവിശുദ്ധമായ ബന്ധം, ഉദ്യോഗസ്ഥ ലോബിയുമായിട്ടുള്ള അവിശുദ്ധമായ പാർട്ടിയും ഉദ്യോഗസ്ഥ ലോബിയും ബിസിനസ് ലോബിയും എല്ലാം തമ്മിലുള്ള ഒരു നെക്സസ്, ഇതെല്ലാം CPM-ൽ നിന്നാലേ സാധിക്കൂ. അതുകൊണ്ടാണ് CPM-ന് പ്രത്യയശാസ്ത്രപരമായ നൈർമല്യം നഷ്ടപ്പെടുകയും ഇത് പ്രായോഗികമായി നോക്കുമ്പോൾ തങ്ങളോടൊപ്പം ചേർന്ന് നിന്നാൽ, CPM-നോടൊപ്പം ചേർന്ന് നിന്നാൽ ചില ബെനിഫിറ്റ് ഉണ്ടെന്ന് വിവിധ ജനവിഭാഗങ്ങൾ വിവിധങ്ങളായ കാരണങ്ങളാൽ വിശ്വസിക്കുന്നു. ആ രീതിയിലാണ് ഡൈനമിക്സ് പോകുന്നത്. അതുകൊണ്ട് മുൻകാലങ്ങളിൽ AK ഗോപാലിൻ്റെയോ EMS നമ്പൂതിരിപ്പാടിൻ്റെയോ ഒക്കെ കാലത്തുണ്ടായിരുന്ന ആ പ്രത്യയശാസ്ത്രപരമായ കമ്മിറ്റ്മെൻറ്റ്, ദ ലെഫ്റ്റ് ക്രെഡൻഷ്യൽസ്, ലെഫ്റ്റ് കമ്മിറ്റ്മെൻറ്റ് ഇന്ന് കൈമോശം വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് CPM-ന് തിരുത്തൽ ശക്തിയാകാൻ തക്ക വലിപ്പം CPI-ക്ക് ഇല്ലാതെ പോകുന്നു. അണികൾ വ്യാപകമായി, CPI-യുടെ അണികൾ വ്യാപകമായി കൊഴിഞ്ഞു പോകുന്നു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കണ്ട ചിത്രം അതാണ്. കൊല്ലം ജില്ലയാണ് CPI-ക്ക് ആഴത്തിൽ വേരോട്ടമുള്ളൊരു ജില്ല. കൊല്ലം നഗരസഭ നഷ്ടപ്പെട്ടിരിക്കുന്നു CPM. ചരിത്രമാണ്. അതുപോലെ തൃശ്ശൂർ കോർപ്പറേഷൻ ലിമിറ്റിൽ വലിയ സ്വാധീനമാണ് CPI-ക്കുള്ളത്. K. രാജനോ കടന്നു വരുന്ന മേഖലയാണ്, VS സുനിൽകുമാറിൻ്റെ മേഖലയാണ്. അവിടെ അടിപതറി CPM മാത്രമല്ല CPI-യും നിലംപരിശായിരിക്കുന്നു. അവിടെ UDF കയറി വന്നു. അപ്പോൾ CPI-ക്ക് ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ഉണ്ടായിരുന്ന ശക്തി പോലും കുറയുന്നു. അപ്പോൾ CPM-മായി വിലപേശാൻ കഴിയാതെ പോകുന്നു. അപ്പോൾ ഈ പ്രത്യയശാസ്ത്രം മാത്രം മുറുകെ പിടിച്ചിരുന്നാൽ പണ്ട് വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ്, വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരുദോഷം കേട്ട പാർട്ടിയാണ് CPI. അന്ന് ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് സ്വയം വിളിച്ചിരുന്നത് CPM-നെയാണ്. ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തിരുത്തൽ ശക്തി കമ്മ്യൂണിസ്റ്റ് ഇടത് പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ ഇല്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ മറവിൽ പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ ബെല്ലും ബ്രേക്കും ഇല്ലാതെ, പ്രതിപക്ഷത്തെ ലേശം പോലും വകവയ്ക്കാതെ സ്നേഹപൂർവ്വം തിരുത്താൻ ശ്രമിക്കുന്ന, ആഭ്യന്തരമായി തന്നെ തിരുത്താൻ ശ്രമിക്കുന്ന സുമനസ്സുകളുടെ ഉപദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു കോക്കസ് കോട്ടറി ആണ് മുന്നോട്ട് പോകുന്നത് എന്ന പ്രതീതിയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വലിയ പതനത്തിന് കാരണമായത്. ക്യാപ്റ്റൻ്റെ നയങ്ങളോടുള്ള CPI-യുടെ വിരോധം അതൊക്കെ പ്രകടമാവുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ PM ശ്രീ ആയാലും മറ്റു പല കാര്യങ്ങളിലും എടുത്തു പറയുന്നുണ്ട്. അത് പഴയതിനേക്കാൾ കൂടുതൽ. ഇതൊക്കെ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു UDF കൺവീനർ അടൂർ പ്രകാശ് CPI-യെ UDF-ലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അടൂർ പ്രകാശ് വലിയ തന്ത്രശാലിയാണ്. അദ്ദേഹം പലപ്പോഴും എപ്പോഴും മാന്യമായി മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അപൂർവമായി ദിലീപിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ ചില പ്രസ്താവനകൾ അദ്ദേഹത്തിന് ദോഷകരമായി ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ വന്നു എന്നത് വാസ്തവമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തന്നെ ഉണ്ടായി. അത് മനഃപൂർവ്വമായിട്ടാണോ അതോ ആകസ്മികമായി സംഭവിച്ചതാണോ, ഫുട്ട് ഇൻ ദ മൗത്ത് എന്ന് പറയുന്നത് കൊണ്ടാണോ അറിയില്ല. പക്ഷേ വളരെ മുൻപ് തന്നെ ഓടുന്ന പട്ടിക്ക് ബഹുഘാതം മുൻപിൽ തന്നെ എറിഞ്ഞു വെച്ചു. നോക്കൂ, CPI-യോട് പറയുകയാണ്, UDF കൺവീനറായ അടൂർ പ്രകാശ് പറയുകയാണ്, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ല എന്ന് വിചാരിക്കരുത്, ഞങ്ങളുണ്ടൊപ്പം. വേണമെങ്കിൽ നിങ്ങൾക്ക് മുൻപ് സഹകരിച്ചതുപോലെ. കൺവീനർ വിളിച്ചത് CPI മാത്രമല്ല, ജോസ് കെ മാണി അത് തള്ളുകയും ചെയ്തു. അത് പിന്നീടാണ്. ജോസ് കെ മാണി ആദ്യം വിളിച്ച CPI-യെ തന്നെയാണ്. ഈ വിവാദം, ഈ പറയുന്ന വിവാദമുണ്ടായപ്പോൾ ഒരു മാസം മുൻപ് തന്നെ CPI-ക്ക് ക്ഷണം നൽകി. പക്ഷേ മറ്റ് ഘടകകക്ഷികളോട് ആലോചിച്ചിട്ടൊന്നുമല്ല, കോൺഗ്രസിൻ്റെ തന്നെ ഒരു ഔപചാരികമായ തീരുമാനമല്ല, അടൂർ പ്രകാശ് പറഞ്ഞു വെച്ചു. അതിനുശേഷം ഇപ്പോഴിതാ ജോസ് കെ മാണിയോട് പറയുകയാണ്, താങ്കൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് മുരടിച്ച് പോകാതെ വേണമെങ്കിൽ തങ്ങളോടൊപ്പം കൂടാം. ആദ്യം തന്നെ വെട്ടിപ്പൊട്ടിച്ചത് PJ ജോസഫാണ്. PJ ജോസഫ് പറഞ്ഞു, ഈ കപ്പലിൽ ഇനി സ്ഥലമില്ല, ഓവർ ക്രൗഡഡ് ആണ്. അപ്പോൾ എന്താണ്, 10 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റിലാണ് ജോസഫ് ഗ്രൂപ്പിന് ജയിക്കാൻ കഴിഞ്ഞ് UDF-നോടൊപ്പം നിന്നുകൊണ്ട്. മാണി ഗ്രൂപ്പിന് LDF-ൽ നിന്നുകൊണ്ട് 12 സീറ്റിൽ മത്സരിച്ച് 5 സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ 12ഉം 10ഉം 22 സീറ്റാണ് കേരള കോൺഗ്രസ് ആകെ മത്സരിച്ചത്. ഈ 22 സീറ്റ് ഒരുമിച്ച് കോൺഗ്രസിൽ വന്നാൽ, UDF-നോടൊപ്പം വന്നാൽ 22 സീറ്റുകൾ വെച്ച് നീട്ടാനുള്ള വലിപ്പം UDF-നുണ്ടോ എന്നതാണ് വിഷയം. അതുകൊണ്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ജോസഫ് ഗ്രൂപ്പ്. അത് തയ്യാറല്ല അവർ. അതുപോലെ ഇവരെ മാണി ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നതിനോട് CPI-യും അനുകൂലമല്ലായിരുന്നല്ലോ. വലിയ ബുദ്ധിമുട്ടായിരുന്നു CPI-ക്ക്. രണ്ടാം കക്ഷിയാര്, ഇടതുപക്ഷത്തെ രണ്ടാം കക്ഷി CPI ആണോ അതോ കേരള കോൺഗ്രസ് ആണോ എന്ന രീതിയിൽ സംസാരമുണ്ടാകും. ഇവിടെ തന്നെ ഈ കോട്ടയം ജില്ലയിൽ 3-ാം കക്ഷിയായി മാറിപ്പോയില്ലേ CPI. CPM-ഉം CPI-യും CPM-ഉം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ 9 ഡിവിഷനുകളിൽ മത്സരിക്കുന്നു. അവിടെ 5 ഡിവിഷനുകളാണ് CPI-ക്ക്
മാറ്റിവെച്ചത്. അപ്പോൾ CPI കോട്ടയം ജില്ലയിലെങ്കിലും 3-ാം സ്ഥാനത്തേക്ക് പോയി. മത്സരിക്കുന്ന ചിത്രത്തിൽ ജയിച്ചു വരുന്നത് തീരെ പരിതാപകരമായ ഒരു കാര്യമാണ്. അപ്പോൾ CPM-ന് അറിയാം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഉദ്ദേശിച്ച ബലമൊന്നുമില്ല എന്ന്. പക്ഷേ അവിടെ അരമനകളുടെ വാതിലുകളിൽ മുട്ടി വിളിക്കണമെങ്കിൽ, ക്രൈസ്തവ മുഖങ്ങളിലേക്ക്, ക്രൈസ്തവ ഇടങ്ങളിലേക്ക് പ്രവേശനം സാധിക്കണമെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രവും ചുവപ്പ് നിറവും ദോഷകരമായി മാറും. അതുകൊണ്ട് 2 ഇല ചിഹ്നവും ചുവപ്പും വെളുപ്പും കലർന്ന കൊടിയും ഒരുപക്ഷെ ആ വാതായനങ്ങൾ തുറക്കാൻ പര്യാപ്തമാകും. അങ്ങനെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിലേക്കുള്ളൊരു പാലം ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് വേണമല്ലോ. അതുകൊണ്ടാണ് അവിടെയാണ് പറയുന്നത് UDF-ൻ്റെ സപ്പോർട്ട് ബേസാണ് പൊതുവേ കേരള കോൺഗ്രസ്സുകൾ, എല്ലാ കേരള കോൺഗ്രസ്സുകളും. പക്ഷേ അതിപ്പോൾ LDF-ൽ നിൽക്കുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ ബലം വോട്ടായിട്ട് മാറ്റാൻ LDF സംവിധാനത്തിനുള്ളിൽ നിൽക്കുന്ന കേരള കോൺഗ്രസിന് കഴിയുന്നില്ല. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് തിരിച്ചറിഞ്ഞ് കേരള കോൺഗ്രസ്സുകളുടെ ഏകീകരണം സംഭവിക്കുക. മുൻകാലങ്ങളിൽ സംഭവിച്ചതുപോലെ 13 പ്രാവശ്യമാണ് പിളർപ്പും ഏകീകരണവും സംഭവിച്ചത് കേരള കോൺഗ്രസ് ചരിത്രപരമായി. ഒരിക്കൽ കൂടി സംഭവിക്കുമോ? അത് ഈ 3-4 മാസത്തിനുള്ളിൽ അറിയേണ്ട കാര്യമാണ്. കാരണം അധികാരമില്ലാതെയൊക്കെ കേരള കോൺഗ്രസുകൾക്ക് എത്ര കാലം വെളിയിൽ നിൽക്കാൻ പറ്റും? അതുകൊണ്ട് KM മാണിയുടെ മകൻ ജോസ് കെ മാണിക്ക് പാലാ സീറ്റ് ലഭിക്കില്ല എങ്കിൽ മറ്റൊരു സീറ്റ് കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് മാറിക്കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. പാലാ സീറ്റിൽ മാണി സി കാപ്പൻ മാറിക്കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പറഞ്ഞു കഴിഞ്ഞു, ഞാൻ മാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ രാജ്യസഭയിൽ മാത്രം ഇരിക്കുന്ന ജോസ് കെ മാണി, അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയാകാൻ പറ്റില്ല. UDF വന്നാൽ മന്ത്രിസഭയിൽ സ്ഥാനം ലഭിക്കുമല്ലോ. തീർച്ചയായും ജോസ് കെ മാണിക്ക് കേരളത്തിലെ ഒരു മന്ത്രിയാകാൻ പറ്റും. അതിന് അവസരം ലഭിക്കാത്തത് കൊണ്ടാവാം ഒരുപക്ഷെ തൽക്കാലം രാജ്യസഭയെങ്കിൽ രാജ്യസഭ ആ രീതിയിൽ നിൽക്കുന്നത് അതുകൊണ്ടാവാം. ഈ സർക്കാരിൻ്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും അത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പൊതുജനം. ഇപ്പോൾ ഈ 10 വർഷക്കാലമായി അത് അനുഭവിക്കുന്നുണ്ട് നല്ല പോലെ. ഖജനാവ് കാലിയാണെന്ന് പറയുന്നു. പക്ഷേ സർക്കാർ പ്രതിനിധികളുടെ, മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ആവശ്യങ്ങൾ നല്ലപോലെ നടക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രിക്ക് പുതിയ കാർ വാങ്ങാൻ പോകുന്നു എന്നാണ് അറിഞ്ഞത്. 1,10,00,000 രൂപ അനുവദിച്ചിരിക്കുന്നു അത്രേ. അതിനുവേണ്ടി അറിഞ്ഞിരുന്നു ആ കാര്യം? തീർച്ചയായും മുഖ്യമന്ത്രിക്ക്, അതായത് രാജാക്കന്മാർക്ക് നടക്കാൻ പല്ലക്കുകൾ, മുൻകാലങ്ങളിൽ ഏറ്റവും മുന്തിയ പല്ലക്ക്, അത് വലിക്കാൻ 1,10,00,000 രൂപ എന്ന് പറയുമ്പോൾ എനിക്ക് കാറിന്റെ വലിയ വിവരമില്ല. അത് എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. അത് ഏത് തരത്തിലുള്ള വാഹനമാണോ? ടയോട്ടയുടെ ഒരു മുന്തിയ മോഡലാണ് ഇവിടെ പരിഗണനയിലിരിക്കുന്നത്. അപ്പോൾ അതായത് ചീഫ് മിനിസ്റ്റർ ഈസ് ഫേസിങ് എ ബംപി റൈഡ് പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി. അവിടെ കുറച്ച് നടുവിനൊരു ആശ്വാസം എന്ന രീതിയിലായിരിക്കും ഫിസിക്കലി എങ്കിലും ഒരു ബംപി റൈഡ് ഉണ്ടാകാതിരിക്കാൻ നല്ല ഷോക്ക് അബ്സോർബേഴ്സ് ഒക്കെയുള്ള, അകത്ത് നല്ല പ്ലഷ് ഇൻറ്റീരിയേഴ്സ് ഉള്ള ഒരു കാർ എന്നതായിരിക്കാം. ഗവർണർ പോലും ഉപയോഗിക്കുന്നത് മെഴ്സിഡസ് വിത്ത് 75 lakhs, 75 ലക്ഷത്തിൻ്റെ മെഴ്സിഡസ് ബെൻസ് കാറാണ് ഗവർണർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗവർണറേക്കാൾ ഒരു തലപ്പൊക്കത്തിൽ നിന്നാൽ ജനനായകനായ, ജനലക്ഷങ്ങളുടെ, ജനകോടികളുടെ നായകനായ മുഖ്യമന്ത്രിക്ക് എന്താ ഒരു കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം. അത് മാത്രമല്ല ഖജനാവിൽ മറ്റു പലതിനും പണമില്ല. ഇപ്പം മെഡിക്കൽ കോളേജുകളിൽ പോലും കാസർഗോഡ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളുടെ ചില ഭാഗങ്ങളിലേക്ക് കൊടുക്കാൻ കാറുകളില്ല, ആംബുലൻസുകൾ ആവശ്യത്തിനില്ല, പലതുമില്ല. സർക്കാർ വണ്ടികൾ പരിതാപകരമായ അവസ്ഥയിലാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക്, അതായത് ഏറ്റവും പ്രകടമായ ഫേസ് ആണല്ലോ മുഖ്യമന്ത്രിയുടേത്. അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്റ്റിക്സ്, അദ്ദേഹം സഞ്ചരിക്കുന്നത് സ്റ്റൈലിലായിരിക്കണം. അത് സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു നല്ല സാമ്പത്തിക ഭദ്രതയുടെ അളവുകോലായി വിദേശ നിക്ഷേപകർ കണ്ടുകൊള്ളും എന്ന ചിന്തയാവാം. കാരണം മുഖ്യമന്ത്രി ഒരു പഴയ അംബാസഡർ കാറിൽ വന്നിറങ്ങിയാൽ ഉണ്ടാകുന്ന ഒരു ഒപ്റ്റിക്സ് അല്ലല്ലോ നല്ല ഒന്നാന്തരം മോഡേൺ എല്ലാ സോഫിസ്റ്റിക്കേറ്റഡ് ഒരു കാറിൽ. അപ്പം റേഞ്ച് റോവറോ ഒക്കെ ലഭിക്കേണ്ടതാണ്, ഏറ്റവും മുന്തിയ എന്തെങ്കിലും ലഭിക്കേണ്ടത് തന്നെ, റോൾസ് റോയ്സ് തന്നെ ലഭിക്കേണ്ടതാണ്. പിന്നെ ടയോട്ട എങ്കിൽ ടയോട്ട, അതൊക്കെ ദോഷം പറയാനാവുമോ എന്ന് ദോഷൈകതർക്കുകൾ പറയുന്നുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷ സൽക്കാരം മുൻപും ഇതുപോലെ കഴിഞ്ഞ ക്രിസ്മസിനും നടന്നിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് 17-18 ലക്ഷം രൂപ അധികം ചെലവിട്ടു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ അത് വാർത്തയൊക്കെ നൽകിയിട്ടുള്ളതാണ്. അതെ, ഇത് ഹയാത്തിൽ വെച്ചാണ്. ഞാൻ അതാണ് ചിന്തിച്ചത്. ആ 18 ലക്ഷം രൂപയുടെ കാര്യം പറയുമ്പോൾ അന്ന് തന്നെ കുറേ വിവാദമായതാണ്. ഹയാത്തിൽ വെച്ച് നടത്തണമെങ്കിൽ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഹോട്ടലാണ് ഹയാത്ത്. അപ്പോൾ ഹയാത്തിൽ വെച്ച് നടത്തുമ്പോൾ ഭീമമായ തുക ചെലവിടേണ്ടി വരില്ലേ? ഈ ഭീമമായ തുക ചെലവിടേണ്ടി വരും എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ രാജാക്കന്മാരുടെ കാലത്ത് ദർബാറിൽ ഈ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ രാജ്യത്ത് പലയിടത്തും ഈ പലപ്പോഴും ക്ഷാമവും പട്ടിണിയും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ രാജ്യത്തെക്കുറിച്ച് പൊതുവേ മറ്റ് രാജ്യങ്ങളിൽ ഒരു മതിപ്പുണ്ടാകുന്നത് ഈ ദർബാർ കാണുമ്പോഴാണ്.
അപ്പം ആ ഒരു രീതിയിൽ ഒരു ഒപ്റ്റിക്സ് ഇവിടെ ഭദ്രമാണ്, കാര്യങ്ങളെല്ലാം ഭദ്രമാണ്. ഇത് ആകമാനം നമ്മൾ ഈ ചർച്ചയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യമുണ്ട്, ഇവിടെ എല്ലാം ഭദ്രം. ഈ ഭദ്രം എന്നത് ഒരു PR വർക്കാണ് അല്ലേ? ഈ ഭദ്രം എന്ന് പറയാൻ ചില നമ്പേഴ്സ് ഉപയോഗിക്കുന്നു, ചില ന്യായീകരണ തൊഴിലാളികളെ ഉപയോഗിക്കുന്നു, ചില രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിച്ച് തങ്ങൾക്ക് അനുകൂലമാകുന്ന ചില സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു. അതുപോലെ ഒരു വിഷ്വൽ ബോണൻസ, അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ട്രീറ്റുകളും സൽക്കാരങ്ങളും ആഘോഷങ്ങളും എല്ലാം തന്നെ. അപ്പോൾ ഈ പറയുന്ന ജനകീയ വിഷയങ്ങളിൽ ഒരു ജനങ്ങളുമായി അടുത്തിടപെടാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചല്ലോ. ഒരു ജനകീയ പ്രതിച്ഛായയുള്ള ശരിക്കും ജനകീയനായ ഒരു നേതാവായിരുന്നല്ലോ ശ്രീ ഉമ്മൻചാണ്ടി. അപ്പം അദ്ദേഹത്തിൻ്റെ ശൈലി ഒന്ന് പിന്തുടരുന്ന രീതിയിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ബസ്സിൽ മന്ത്രിമാരുമായിട്ട് സഞ്ചരിച്ച് നടത്തിയ ചെയ്ത ഒരു അതെത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാക്കി ജനങ്ങൾക്ക്, അതൊരു ഓഡിറ്റിങ്ങിന്, സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ട ഒരു കാര്യമല്ലേ? അവിടെയാണല്ലോ രക്ഷാപ്രവർത്തനം, വിത്തിൻ കൊട്ടേഷൻ രക്ഷാപ്രവർത്തനം വ്യാപകമായി നടന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തകരും അങ്ങനെയുള്ള കൂലിത്തൊഴിലാളികളും എല്ലാം തന്നെ പാർട്ടിക്ക് വേണ്ടി പല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലും തയ്യാറാവുമോ? പാർട്ടിക്കുള്ളിലാരും തയ്യാറാവില്ല. പാർട്ടിക്ക് പുറത്ത് നിന്നുകൊണ്ട് പലരും വിളിച്ചു പറയുമ്പോഴും താൻ ധരിച്ചിരിക്കുന്നത് വളരെ നേർമയുള്ള വസ്ത്രമാണ്. കാറിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞു വന്നത്. വളരെ നേർമയുള്ള വസ്ത്രമാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നത് നിങ്ങളുടെ കുഴപ്പമാണ്. ഞങ്ങളെപ്പോഴും വിജയിച്ച് വന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഉൾക്കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് കാണാനാവാത്തത്. ഞങ്ങൾ കാണുന്നുണ്ട്, ചെയ്യുന്നതെല്ലാം ശരിയാണ്. ആർഭാടമായി ഞങ്ങൾ ഹയാത്ത് ഹോട്ടലിൽ, യൂസഫ് അലിയുടെ ഹോട്ടലിൽ നടത്തും. കാരണം യൂസഫ് അലിയുമായി നല്ല ബന്ധമുണ്ട്. അത് BJPക്ക് ബന്ധമുണ്ട്, CPM-ന് ബന്ധമുണ്ട്, എല്ലാ പാർട്ടികൾക്കും ബന്ധമുണ്ട്. അദ്ദേഹം നല്ലൊരു വ്യവസായിയാണ്. പ്രമുഖന്മാർക്കൊക്കെ ക്ഷണമുണ്ടെന്നാണ് കേട്ടത്. എല്ലാവർക്കും ക്ഷണമുണ്ടാകും. ഇത് ദർബാറല്ലേ? അപ്പോൾ ഇത് എല്ലാവർക്കും ക്ഷണമുണ്ടാകും. പൗരപ്രമുഖർക്കെല്ലാം ക്ഷണമുണ്ടാകും, മാധ്യമങ്ങൾക്കെല്ലാം, ഇഷ്ടമുള്ള മാധ്യമങ്ങൾക്കെല്ലാം ക്ഷണമുണ്ടാകും എന്ന് തന്നെയാണ്. ഇഷ്ടമുള്ള മാധ്യമങ്ങൾക്കേ ഉണ്ടാകും. അത് സെലക്റ്റീവാണ്. അപ്പം അതാണ് ഭരണത്തിൻ്റെ പ്രൊറോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാരിനെതിരെ ഇത്രയധികം പറയുന്ന മാധ്യമങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ അതൊക്കെയാണ് ഭരണത്തിൽ വരിക. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ മായ? ഈ ഭരണത്തിൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ തീരുമാനമെടുക്കാൻ കഴിയൂ. തീരുമാനമെടുക്കുമ്പോൾ ഉചിതമെന്ന് തോന്നുന്ന തീരുമാനമെടുക്കും. തങ്ങളെ പിന്തുണയ്ക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും വ്യവസായികളെയും മാധ്യമപ്രവർത്തകരെയും ക്ഷണിക്കുന്നതിൽ തെറ്റു പറയാനാവുമോ? മറ്റുള്ളവരെ അവഗണിക്കുന്നു എന്നതല്ല, അവർ അർഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ PR വർക്ക് CPM തുടങ്ങി വെച്ചത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കൊറോണ കാലത്തും തൊട്ടാണെന്ന് തോന്നുന്നു. 2ാം പിണറായി സർക്കാരിന് മുന്നോടിയായി അപ്പോഴാണ് ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അങ്ങേ അറ്റത്ത് എത്തി നിന്നു. പക്ഷേ ഇനിയുള്ള സമയത്ത് അത് ഇപ്പോൾ പൊതുജനത്തിന് അറിയാം എന്താണ് പറഞ്ഞു പറ്റിക്കലാണ് എന്ന കാര്യം ഈ PR വർക്കിലൂടെ നടക്കുന്നത്, കിറ്റ് നൽകുന്നത് ഒക്കെ എന്ന് പൊതുജനം മനസ്സിലാക്കി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നു നമ്മളൊക്കെ ഒരു PR വർക്കും ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ നൽകലും. ഒരു ആനുകൂല്യം നൽകലൊക്കെ ഉണ്ടായി, പെൻഷൻ്റെ സ്വഭാവത്തിലൊക്കെ മറ്റു തരത്തിലും പല പദ്ധതികളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇനിയൊന്ന് അറയ്ക്കും അല്ലേ? ഈ പിടക്കോഴികളുടെ സ്വഭാവമാണല്ലോ മുട്ടയിടുക, കൊക്കുക. വലിയ മുട്ടയാകുമ്പോൾ കുറച്ച് വലിയ രീതിയിൽ ശബ്ദം ഉണ്ടാകും കൊക്കൽ. അതാണല്ലോ പൊതുവെയുള്ള ശാസ്ത്രം. ചെറിയ മുട്ടയാണെങ്കിലും വലിയ രീതിയിൽ കൊക്കുന്ന കോഴികളുമുണ്ട്. പക്ഷേ മുട്ട ഇടാൻ സാധിക്കുന്നത് പെൺകോഴിക്ക് മാത്രമാണ്. നിർണായക ചില സമയങ്ങളിലാണ് മുട്ട ഇടുന്നത്. അവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമയങ്ങളിൽ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടും. ആ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ സമയമെടുക്കും. അല്ലെങ്കിൽ നേരിട്ട് ക്യാഷ് കിട്ടുന്ന ചില പദ്ധതികളുണ്ട് താനും. പക്ഷേ അത് തങ്ങളാണ് നൽകുന്നത് എന്ന് ഓർമ്മ വേണം. വീണ്ടും പറയുന്നു, ഓർമ്മയുണ്ടാവണം. ഞങ്ങളാണ് തരുന്നത്. ഈ ഓർമ്മയുണ്ടാകണം എന്നത് സംഭവിച്ചില്ല എന്ന പരിഭവമാണ് ശുദ്ധമാനസനായ ശ്രീ MM മണിക്കുള്ളത്. അദ്ദേഹം അത് സ്വല്പം ആത്മാർത്ഥമായി ഉറക്കെ പറഞ്ഞു. ഞങ്ങൾ തന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ ഭാഷ അതുപോലെ ആവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിൻ്റെ വ്യംഗ്യമായ അർത്ഥം മാത്രമാണല്ലോ നമുക്ക് പറയാനാവുക. ഞങ്ങൾ തന്നത് നന്ദിയില്ലാത്ത നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചതിന് ശേഷം ഒരു വലിയ ചെയ്തിട്ടങ്ങ് പോയി എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? വലിയ രീതിയിലുള്ള ആഴത്തിലുള്ളൊരു കാര്യമാണ്. കാരണം നാട്ടുഭാഷ എന്നൊക്കെ പറഞ്ഞൊരു അലവൻസ് കൊടുക്കാം ശ്രീ MM മണിക്ക്. അദ്ദേഹം മുൻ മന്ത്രിയാണ്, MLA ആണ്, CPM-ൻ്റെ സമുന്നതനായ നേതാവുമാണ്. ശരിയാണ്, അദ്ദേഹത്തിന് ചില ലൈസൻസ് ഉണ്ട്. K നായനാർക്കും ആ ലൈസൻസ് ഉണ്ടായിരുന്നല്ലോ. പല നേതാക്കൾക്കും ചില കാര്യങ്ങൾ കയറ്റിപ്പറയാൻ. VS അച്യുതാനന്ദന് ആ ലൈസൻസ് ഉണ്ടായിരുന്നല്ലോ, പല കാര്യങ്ങളും കയറ്റിപ്പറയാൻ. പക്ഷെ അവിടേക്ക് ഒരു സതുദ്ദേശമുണ്ട്. ഇതങ്ങനെയാണോ?
യഥാർത്ഥത്തിൽ നികുതിദായകൻ്റെ പണം, ഖജനാവിലെ പണം, പൊതു സമ്പത്ത്, അതിൽ നിന്നും ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി കൊടുക്കുന്ന പണം അതൊരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ ആണ് എന്ന ഒരു നറേറ്റീവ്. ക്ഷേമ പെൻഷനുകളാണെങ്കിൽ എത്തിക്കുമ്പോൾ ഇത് ഞങ്ങളാണ് തരുന്നത്, പക്ഷേ ഇത് എവിടെ നിന്ന് വരുന്നതാണ്? നികുതിദായകൻ്റെ പണമാണല്ലോ. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുടുംബസ്വത്തോ പാർട്ടി പിരിച്ചുണ്ടാക്കിയ പണമോ അല്ലല്ലോ. അത് ഗവൺമെൻറ്റിലൂടെ റൂട്ട് ചെയ്യുന്നു, ഗവൺമെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ച് എത്തുന്നു. അവരെല്ലാം തന്നെ രാഷ്ട്രീയമായി പ്രതികരിച്ചു കൊള്ളണം എന്നില്ല. ഇവിടെ അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാകുന്നത് മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവനകളിലാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ 5 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞു. കോവിഡ് സമയത്ത് ഒരു മഹാമാരി വന്നു. അവിടെ ഈ ശൈലജ ടീച്ചർ, അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി ശൈലജ ടീച്ചർ, വളരെ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്ന ഒരു വനിതയാണ്. അവരുടെ പല സംസാരങ്ങളും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ അന്ന് വളരെ സഹായകരമായിരുന്നു. ഒരു സാന്ത്വന സ്പർശമുള്ള ഗൗരവമുള്ള വിഷയങ്ങളാണ്. എങ്ങനെയാണ് ജനം മുന്നോട്ട് പോകുന്നത്, സർക്കാരിൻ്റെ പദ്ധതികൾ എങ്ങനെ ഭംഗിയായി വിവരിച്ചു. മുഖ്യധാരാ മാധ്യമങ്ങൾ എയർ ടൈം പരമാവധി കൊടുക്കുന്നു. അതും പ്രൈം ടൈമാണ്. വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് എല്ലാവരും ടെലിവിഷൻ സെറ്റുകൾക്ക് മുമ്പിൽ, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാനാവില്ലല്ലോ, അപ്പോൾ ടെലിവിഷൻ മുമ്പിൽ ഇരിക്കുക. ആ ഒരു ഒപ്റ്റിക്സ് പോലും സഹിക്കാൻ പറ്റാതെയാണ് ശ്രീമതി ശൈലജ ടീച്ചറിൽ നിന്നും ആ ദൗത്യം സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തത്. അപ്പം അതിൽ തന്നെ ഒരു തൻ്റെ മേൽ ആരും വളരേണ്ട, പോപ്പുലാരിറ്റിയിൽ തന്നേക്കാൾ മേലെ ആരും വളരേണ്ടതില്ല. തൻ്റെ ഒരു ക്യാബിനറ്റ് കൊളീഗ് പോലും തന്നേക്കാൾ തലപ്പൊക്കത്തിൽ വളരേണ്ടതില്ല. ക്യാപ്റ്റന്റെ ധാർഷ്ട്യത്തിന് കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വന്നാൽ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഇക്കാര്യം ചോദിക്കാതെ വയ്യ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വിജയം, അതിന് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു മെട്രോ സിറ്റിയൊക്കെ ആയി മാറുമോ നമ്മുടെ തിരുവനന്തപുരം? BJPയുടെ വിജയം ആവശ്യത്തിന് അത് വിശകലനം ചെയ്ത് കഴിഞ്ഞു. പല മാധ്യമങ്ങളും വിശാലമായ അർത്ഥത്തിൽ അത് വിശകലനം ചെയ്ത് കഴിഞ്ഞു. BJPക്ക് തിരുവനന്തപുരത്ത് ഒരു ജൈവികമായ വളർച്ച 1980കളുടെ ആദ്യം BJP തുടങ്ങിയ കാലം മുതൽ തന്നെ കേരളത്തിൽ BJPക്ക് ജൈവികമായ വളർച്ച എക്കാലത്തും നിലനിർത്താൻ കഴിഞ്ഞ ഒരു നഗരം തിരുവനന്തപുരമാണ്. മറ്റൊരു സ്ഥലത്തും ആ രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടായിട്ടില്ല. മാറിയും തിരിഞ്ഞും ചില സെൻറ്റേഴ്സിലാണ് വളർന്നത്. തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. കോർപ്പറേഷൻ ലിമിറ്റിനുള്ളിൽ അത് വളർന്നു. പക്ഷേ ഒരു ത്രഷോൾഡ് പവറായിട്ട് മാറുന്നത് കണ്ടു. 2015 തന്നെ 36 സീറ്റുകളുമായി നഗരസഭയിൽ വൻപൻ സാന്നിധ്യമായി. എന്നാൽ 2020 തെരഞ്ഞെടുപ്പിൽ അത് 34 സീറ്റായി കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും 50 സീറ്റായി മാറിയിരിക്കുന്നു. എല്ലായിടത്തും തലസ്ഥാനത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഇടത്തും ഒരു വേരോട്ടമുണ്ടായി എന്നത് വാസ്തവമാണ്. ഇനി എങ്ങനെയാണ് ഈ വിജയം? ഈ 50 സീറ്റ് എന്ന് പറയുമ്പോൾ അത് നിർണായകമായി വിധിയെടുത്ത് തന്നെയാണ്. 29 സീറ്റാണ് CPM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്, 19 സീറ്റാണ് കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളത്. അതുകൊണ്ട് 50 എന്ന് പറയുന്നത് ഇടതുപക്ഷവും കോൺഗ്രസും ഒത്തുചേർന്ന് നിന്നാൽ പോലും 50 തികയുന്നില്ല എന്നതുകൊണ്ട് 2 സ്വതന്ത്രന്മാരുടെ അല്ലെങ്കിൽ ഒരാളുടെയെങ്കിലും പിന്തുണയോടുകൂടി തീർച്ചയായും ഒരുപാട് തെരഞ്ഞെടുപ്പ് നടക്കാനുമുണ്ട്. ഭരണത്തിലെത്താൻ കഴിയും, സംശയമൊന്നുമില്ല. പക്ഷേ അതെത്തിക്കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ്? ഇവിടെയാണ് ഡബിൾ എൻജിൻ എന്ന കോൺസെപ്റ്റ് ആദ്യമായി കേരളത്തിൽ വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡബിൾ എൻജിൻ, ഒരു MP സുരേഷ് ഗോപി ഉണ്ടായതുകൊണ്ട് മാത്രം തൃശ്ശൂർ എന്ന നഗരത്തിന് അത്ഭുതകരമായ വളർച്ചയൊന്നും ഉണ്ടാകാനില്ല. അതൊരു MP സ്ഥാനമാണ്, റെപ്രസെൻറ്റേഷനാണ്. അതുപോലെ പാലക്കാട് നഗരസഭ, പന്തളം നഗരസഭ BJPക്ക് ഉണ്ടായിരുന്ന നഗരസഭകളാണ്. അപ്പോൾ അവിടെ ചെയ്യാനൊക്കുന്ന ലിമിറ്റ്സ് ഉണ്ട്. പക്ഷേ തിരുവനന്തപുരം അങ്ങനല്ല. ഒരു മെട്രോ നഗരമായി തിരുവനന്തപുരത്തെ ഉയർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. വേണമെങ്കിൽ പുത്തൻ ഒരു പ്രവർത്തന രേഖ അല്ലെങ്കിൽ ഒരു തിരുവനന്തപുരം മാസ്റ്റർ പ്ലാൻ സൃഷ്ടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 45 ദിവസത്തിനുള്ളിൽ വരുന്നു എന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അത് ശരിയാണ് എങ്കിൽ ഹി മേ കം വിത്ത് എ കിറ്റി, ഒരു വലിയ ബാഗുമായി ആയിരിക്കും വരുന്നത്. കാരണം വലിയൊരു സമ്മാന പുതുമഴ അതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് അത്ര ക്ഷിപ്രസാധ്യമായൊരു കാര്യമല്ല. അതിന് ഘടനാപരമായ കാര്യങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്നും പണമോ ആനുകൂല്യങ്ങളോ നേരിട്ട് ഒരു നഗരത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് നോഡൽ ഏജൻസീസ് അതിൻ്റെ പിന്നിൽ ഉണ്ടാവും. അവിടെയാണ് വിഴിഞ്ഞം പോലെയുള്ള സ്ഥലത്തിന് ചുറ്റുമുള്ള പൂവാർ മേഖലയൊക്കെ വൻപൻ കപ്പൽ നിർമ്മാണശാലകൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഒരു കാര്യം കൂടിയാണ്. കപ്പൽ നിർമ്മാണശാലകൾ വ്യാപകമായി അനുവദിക്കും. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ഫണ്ടിങ്ങും ഉണ്ടാകും. ഇപ്പോൾ ഒരു സാധ്യത എന്ന് പറയുന്നത് വിഴിഞ്ഞത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ചയാണ്. 1. 2, വിഴിഞ്ഞത്തിന് സമീപമുള്ള 10 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് പൂവാർ. അവിടെ കടലിന് ഒരു നാച്ചുറൽ ഒരു 13 മീറ്ററോളം ആഴമുണ്ട്. സ്വാഭാവിക കടലാണ് ആ ഭാഗത്തുള്ളത്. ഡ്രഡ്ജിങ് ഇല്ലാതെ തന്നെ ഒരു സ്വാഭാവിക തുറമുഖം എന്നൊരു ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കേന്ദ്രമായി ഇവിടെ മാറിയാൽ
ഏറ്റവും ആദ്യം തൊഴിൽ കിട്ടാൻ തിരുവനന്തപുരം ചുറ്റുപാടുള്ള ആളുകൾക്കാണ്. ഒരുപാട് തൊഴിലവസരങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വലിയ രീതിയിലുള്ള ബൂമാണ്. അതിനോടൊപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ, അതാണ് ആദ്യമായി ഒരു പക്ഷേ പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ ഇമ്മീഡിയറ്റായി അടുത്ത 3-4 മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാവുന്ന ബസ്സുകളാണ്. ഇലക്ട്രിക് ബസ്സുകളുടെ വലിയൊരു നിര തന്നെ ഓടാനുള്ള സാധ്യതയും കാണുന്നു. ഏതായാലും CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുത്തലുകൾ നടത്തട്ടെ, വിലയിരുത്തലുകൾ നടത്തട്ടെ, നമുക്ക് നോക്കിക്കാണാം. ഇനിയിപ്പോൾ നമുക്ക് മുന്നിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. വളരെ നന്ദി.